നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വേറൊരു ട്രിപ്പിൻ്റെ തുടക്കമാണ്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഹെയിലിംഗ് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ജസ്റ്റ് 16 മിനിറ്റ് ഡ്രൈവേ ഉള്ളേ. വിവിധ വണ്ടിയും കൊണ്ടിറങ്ങി. ഈ വണ്ടിയിൽ ഞാൻ, സുമി, നമ്മൾ ഹെയിലിംഗ് ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഇന്ന് ബാക്കിയുള്ളവരാണ്. ഇന്ന് ട്രെയിൻ എന്നാണെങ്കിലും വർക്കിംഗ് ആണ്. നമ്മുടെ മുന്നിൽ കൂടെ പോകുന്നതാണ് പിള്ളേരുടെ കുഞ്ഞ് ട്രെയിന്. ഇതിലൊരു ലോക്കൽ റൗണ്ട് കറങ്ങാവുന്ന രീതിയിലാണ് അവർ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നിൽ കാണുന്ന പാർക്കിങ്ങിൽ നമ്മൾ കൊണ്ടുപോയിട്ട് വണ്ടി വെക്കുന്നു. വണ്ടി വെച്ചിട്ട് ആ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലോട്ട് നടക്കുന്നു. ബിബിയൊക്കെ അങ്ങോട്ട് ഇപ്പോൾ എത്തും. പാർക്കിംഗ് ഒക്കെ ഇന്ന് ഏകദേശം ഫ്രീ ആണ് ഇവിടെ. സാറ്റർഡേ സൺഡേ ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പാർക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ട്. ജസ്റ്റ് റവന്യൂ കാർ പാർക്കാണ് നമുക്ക് എടുക്കേണ്ടത്. ഇത് തൊട്ട് ഫ്രണ്ടിൽ കടലാണ് കേട്ടോ. നമുക്ക് ആ സീ ഫ്രണ്ടിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. ഏകദേശം തിരക്കായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 12 മണിയായി ടൈം. കിടുക്കം വ്യൂ അല്ലേ. ഇവിടെ എത്ര ദൂരം കടലിലോട്ട് ഇറങ്ങാൻ പറ്റും നമുക്കറിയാൻ പാടില്ല കേട്ടോ. ബിബി എത്തിയിരിക്കുകയാണ്. നമുക്ക് റിങ്കോ എന്ന് പറഞ്ഞ ആപ്പ് വെച്ച് നമുക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവിടെ പേ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഷീനുണ്ട്. അവിടെ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വെച്ചാൽ മതി. ജസ്റ്റ് അവിടെ പോയിട്ട് നമുക്ക് പാർക്കിംഗ് നമ്പർ എത്രയാണ് റിങ്കോയുടെ, അത് വെച്ച് നമുക്ക് പാർക്ക് ചെയ്യാം. നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന്. പിള്ളേരൊക്കെ പുറത്തിറങ്ങി ആക്റ്റീവായിരിക്കുകയാണ്. തുക്ക് വൈക്കി ജോൻ വിവി ഒരു തൊപ്പിയൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ട്രെയിനിലാണ് കേട്ടോ കയറാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഹെയിലിംഗ് ഐലൻഡിൻ്റെ റെയിൽവേയുടെ ഇവിടെ എത്തി. ഇവിടെ നമുക്ക് ഫെയർ 2 അഡൾട്ട് 2 ചൈൽഡുള്ള ഫാമിലി റിട്ടേൺ 13, അഡൾട്ട് റിട്ടേൺ 6, സിംഗിൾ 4. ഇവിടെ ലാസ്റ്റ് ട്രെയിന് വൈകുന്നേരം 4:45 കേട്ടോ. ട്രെയിൻ ഓപ്പൺ ചെയ്യുന്നത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 10 മണി തൊട്ട് 10:45 11:30 എല്ലാം 3/4 മണിക്കൂറോടെ വിട്ട് പിന്നെ ട്രെയിനുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 1 മണിയുടെ ട്രെയിനാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ നമുക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റ് ട്രെയിനിനുള്ളിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ ബൈ യുവർ ടിക്കറ്റ്സ് ഓൺ ദി ട്രെയിൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പ്ലാറ്റ്ഫോം നമുക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമ്മുടെ ടൈം എഴുതി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ട്രെയിൻ 1 o'clock-നാണ്. പിള്ളേരൊക്കെ അവിടെയുള്ള ഒരു ലേഡിയായിട്ട് സംസാരിക്കുവാണ്. എല്ലാവരും പ്ലാറ്റ്ഫോമിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവനവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവിടെ കുറച്ച് തണലുണ്ട്, ചെറിയൊരു കാറ്റുമൊക്കെ ആയിട്ട്. ട്രെയിൻ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള വ്യൂ ഒക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. അതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് ഇരിക്കാൻ വേണ്ടി കുറേ ബെഞ്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വെയിലായതുകൊണ്ട് അവിടെ തണൽ കിട്ടുന്നൊരു സ്ഥലം പിടിച്ചിരുന്നു. ഇതിൻ്റെ ഒരു ഫ്ലാഗൊക്കെ കണ്ടോ പറക്കുന്നത്. സമ്മറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഇവിടെ ഹെയിലിംഗ് ഐലൻഡ് നല്ലപോലെ ആക്റ്റീവ് ആകുന്നൊരു സമയമാണ് സമ്മർ. വിൻ്ററിൽ ഇവിടെ ആൾക്കാരുണ്ട്, പക്ഷേ ട്രെയിനൊന്നും എനിക്ക് തോന്നുന്നില്ല അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. വിൻ്ററിൽ സ്കൂൾ ഹോളിഡേയ്സിലാണ് മെയിനായിട്ട് അവർ ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹെയിലിംഗ് ഐലൻഡിലെ റെയിൽവേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ വരുവാണെങ്കിൽ ഈ റെയിൽവേയുടെ ഗൂഗിൾ മാപ്പല്ലേ വേസ് ഇട്ടിട്ട് ഈ ഹെയിലിംഗ് ഐലൻഡ് റെയിൽവേ നടിച്ച് വരുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ സിംഗിൾ സൈഡ് ജേണി മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചിച്ചെസ്റ്റർ അവന്യൂ കാർ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ട്രെയിനിന് പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്തുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നമുക്ക് ഇൻ കേസ് പോകാൻ വേണ്ടി അന്നേരം മൂടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മൾ അപ്പുറ സൈഡിലാണ് ശരിക്കും പാർക്ക് ചെയ്തത്. ട്രെയിനിന് വെയിറ്റിംഗ് ആണ്. 1 മണിക്കാണ് നെക്സ്റ്റ് ട്രെയിൻ. ഇനി ഏകദേശം ഒരു 10-13 മിനിറ്റും കൂടെ ഉണ്ട് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. കുട്ടികളെല്ലാം എന്നെ ഫോളോ ചെയ്തപ്പം എന്നാ പറയുന്നത്, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ മതി. വെയിറ്റ് ചെയ്യാൻ ഒരു 13 മിനിറ്റ്സും കൂടെ വെയിറ്റ് ചെയ്യണം.
ഇങ്ങോട്ട് വരാനൊരു ട്രെയിനെ കണ്ടുപോകുന്ന. അതെ അതെ, ഇത് അവർക്ക് ട്രെയിനൊക്കെ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കയറേണ്ടത്. നോട്ട് യെറ്റ്. നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി പോകണം. നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റായി കേട്ടോ. അവരതിൻ്റെ അകത്ത്, നിമ്മി ബിബിയൊക്കെ അതിൻ്റെ അകത്ത് കയറി. ഇപ്പം ഞാനും ഒന്നും കൂടി ഇതിൻ്റെ അകത്ത് കയറാമെന്നുണ്ട്. ഇത് അവർ തൊട്ടടുത്ത് ക്യാബിൻ്റെ അകത്ത് കേട്ടോ ഉള്ള ഐക്യുണ്ട്. ജോന, ജോക്കു, ബിബി ടിക്കറ്റ് അവിടെ നിന്ന് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ നിമ്മി ഇതിൻ്റെ എൻജിൻ അവർ ഇതിലേക്കൂടെ കറക്കി എടുത്തുകൊണ്ട് ഫ്രണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകണേ. ഞാനും സുമിയും ഇവിടെ അതിൻ്റെ തൊട്ട് പുറകിലുള്ള ക്യാബിൻ്റെ അകത്ത് കയറി. നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഫ്രണ്ടിൽ കാണുന്നത് മുഴുവൻ കടലാണ് കേട്ടോ. കടലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഇതാണ് ഈ ട്രെയിൻ സർവീസ്. നമ്മുടെ ബീച്ചിൽ നമുക്ക് വേണമെങ്കിൽ വന്നൊന്ന് വൈബ് അടിക്കാനുള്ള ബീച്ച് ഹട്ട്. നമ്മൾ ഇവിടുന്ന് അത്രയും ദൂരം നടന്നാണ് പോയത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം എത്തി. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇനി അഡ്വഞ്ചർ പാർക്കിൽ പോകണമെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. നമ്മൾ അടുത്ത റെയിൽ സ്റ്റേഷനിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങി കേട്ടോ. ഈ ചെറിയ എഞ്ചിനാണ് കേട്ടോ നമ്മളെ വലിച്ചുകൊണ്ട് വന്നത്. ഇത് ഡ്രൈവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാബിന്. ഇങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ ഫ്രണ്ട് വരുന്നത് കേട്ടോ. ഇത് ഇവിടുന്ന് ഇതിൻ്റെ എൻജിൻ വേർപെടുത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പിടിപ്പിക്കാൻ വേണ്ടി പോകാം കേട്ടോ. നമ്മൾ ട്രെയിൻ കയറി ഇവിടെ ഇറങ്ങി പിള്ളേർക്കൊരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇന്ന് ഞാനും ഒരു ഐസ്ക്രീം തിന്നും. കുക്കൊക്കെ അങ്ങോട്ട് പോയി. ഐക്കിയും നിമ്മിയും സുമിയും നടന്നു വരുന്നു. ഐക്കിക്കും കിട്ടിയിരിക്കുകയാണ്. ഐക്കിക്കും ജോനും കിട്ടി കേട്ടോ. എങ്ങനെടാ? അപ്പം ഇഷ്ടമില്ലത്. എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഈ ഒരു സിംഗിൾ ഐസ്ക്രീമാണ് മേടിച്ചത്, ചോക്ലേറ്റിൻ്റെ. ഇവരിതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം. അടിപൊളിയാണ് കേട്ടോ. ബിബിയുടെ ഏതൊരു വെറൈറ്റി വരുന്നുണ്ട്. നമ്മളിതേ ഇവിടുന്ന് ഏറ്റവും അറ്റത്തുനിന്ന് പോയിട്ട് ട്രെയിൻ പിടിച്ച് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ഇറങ്ങി നമ്മൾ തിരിച്ചിവിടെ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് വന്ന് ഇറങ്ങേണ്ട സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു നമ്മൾ പാർക്ക് ചെയ്തത്. ഒന്നെങ്കിൽ കൊണ്ടുപോയിട്ട് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങുന്ന അടുത്ത് പാർക്ക് ചെയ്യുക,
അല്ലെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകുകയാണെങ്കിൽ വൺ സൈഡ് ടിക്കറ്റ് എടുത്ത് വെച്ചാൽ മതി. വൺ സൈഡ് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എൻ്റെ പിന്നെ റിട്ടേൺ ജേണി പോകാനുള്ള ഗുമ്മൊന്നും അതിനില്ല. ജസ്റ്റ് ഒന്ന് പിള്ളേരുടെ ഒരു എൻജോയ്മെൻറ്റിന് കയറി നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ജേണി എടുത്തിട്ട് ഇവിടെ ഇറങ്ങുക. ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ട ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് അങ്ങോട്ട് ഫാമിലി റിട്ടേൺ അടക്കം താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഫാമിലിക്ക് നല്ല റേറ്റ് ഉണ്ട്. 13 പൗണ്ട് നല്ല പാക്കേജ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ സിംഗിൾ അഡൽറ്റ് ഇത്രയും 4 പൗണ്ട് സിംഗിൾ വേ ആണ് ആണെങ്കിൽ. ഒരുപാട് പേര് ഒരു ടീമായിട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഈ ട്രെയിനിൽ അവർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആൾ നമുക്ക് നല്ല രീതിയിലുള്ള ഓഫേഴ്സും അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും 8 പേർക്കും കൂടെ 4 അഡൾട്ട് 4 ചൈൽഡും കൂടെ ടിക്കറ്റ് എടുത്തിട്ട് 19 ഉണ്ട്. 19 പൗണ്ടാണ് ചീപ്പായിട്ട് കണ്ടിട്ട് അതിനൊരു 19 പൗണ്ടിന് നമുക്ക് കിട്ടി. നമുക്കത് പക്ഷേ ഭയങ്കര ചീപ്പായിട്ട് തോന്നി. എൻ്റെ സിംഗിൾ ടിക്കറ്റ് 4 പേർക്ക് എടുത്താൽ പോലും 16 പൗണ്ടാവില്ലേ. അതെ, നമുക്കതൊരു ബെറ്ററായിട്ട് കിട്ടി. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാനുണ്ടെങ്കിലും നടന്നു പോകാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. ഹലോ, നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുന്നില്ലെന്ന് വെച്ചോട്ടോ. ഞങ്ങളിനി ബീച്ചിൽ ചാടാൻ വേണ്ടി പോവാണ്. ടൈം ഇപ്പോൾ ഏകദേശം 2 മണി അടുത്താകാനായി. അപ്പോൾ നമ്മളിനി ബീച്ചിലൊന്ന് പോയി ചാടുന്നു. എന്നിട്ട് അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു. അതാണ് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ നമ്മൾ ഹേലിംഗ് ഐലൻഡിലെ അടുത്ത ബീച്ചിൻ്റെ സൈഡിൽ കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തു കേട്ടോ. പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബീച്ചിൽ ചാടാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഇനി നീന്താൻ പോവാ. സാൻഡി ബീച്ചിൽ കാണാം. ഈ ബീച്ച് മോർ ക്ലീനർ ആണ്, എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങൾ ഇനി നീന്താൻ പോവാ. ഞങ്ങൾ എല്ലാവരും പ്രിപ്പയർഡ് ആണ് ഇനി വെള്ളത്തിൽ ചാടാൻ. നമ്മളങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ എത്തി കേട്ടോ. പിള്ളേരെല്ലാം നമ്മൾ കടലിലിറങ്ങി. ഇപ്പോൾ ഹൈ ടൈഡാണ് കേട്ടോ. ഇപ്പോൾ ലോ ടൈഡ് ആണെങ്കിൽ നമുക്ക് കുറേ ദൂരത്തോട്ടും കൂടെ നമുക്ക് പോകുമായിരുന്നു. ഇപ്പോൾ ഹൈ ടൈഡ് ആയതുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. വൈകുന്നേരം 4:30 ആകുമ്പോഴത്തേക്കുമാണ് ഇപ്പോൾ ലോ ടൈഡ് ആകുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേയും കൂടെ ഉള്ളിലോട്ട് പോകുമായിരുന്നു. ഞങ്ങളെല്ലാവരും ബീച്ചിൽ ചാടാൻ റെഡി ആയിരിക്കുകയാണ് ഗായ്. അങ്ങ് ദൂരെ ആ കാണുന്നിടത്ത് നമ്മൾ പാർക്ക് ചെയ്തത്. അങ്ങനെ ഹേലിംഗ് ഐലൻഡിൽ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇപ്പം ഏകദേശം മഴയൊക്കെ ആവാൻ തുടങ്ങി. ഇപ്പോൾ ഹേലിംഗ് ഐലൻഡിലെ ബീച്ചിൽ നിങ്ങൾ വരുമ്പം ഹൈ ടൈഡും ലോ ടൈഡും നോക്കിയിട്ട് വരുന്നതാണ് നല്ലത്. ഹൈ ടൈഡുള്ള വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാണുന്ന കടലിലധികം ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. നേരെ മറിച്ച് ലോ ടൈഡിൻ്റെ ടൈമിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ അകത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി പറ്റും. കുറച്ച് ദൂരം നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാൻ വേണ്ടി പറ്റും കടലിൽ കൂടെ. ഹേലിംഗ് ഐലൻഡിൻ്റെ പരിപാടി നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.